ഓണക്കാല വിപണി ലക്ഷ്യം വെച്ച് മലയോരത്ത് പച്ചക്കറി കൃഷി സജീവമാകുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ മഴക്കാല പച്ചക്കറി ഇനങ്ങൾ വിളയിച്ചെടുക്കുന്നത്. കേരളം പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന്റെ സഹായത്തോടെ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തു സ്വാശ്രയ കർഷക സമിതിയിലെ അംഗങ്ങളായ 15ഓളം കർഷകർ ഓണ വിപണിക്കാവശ്യമായ പച്ചക്കറികൾ വൻതോതിൽ കൃഷി ചെയ്യുകയാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ 100 ടണ്ണോളം പച്ചക്കറി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. മലയോരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത്തരത്തിൽ മഴക്കാല പച്ചക്കറി കൃഷി നടന്നുവരുന്നുണ്ട്. റീപ്ലാന്റ് ചെയ്ത റബ്ബർ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്താണ് മിക്കവരും പച്ചക്കറി കൃഷി ഇറക്കുന്നത്. പാട്ടത്തിനു പുറമെ റബ്ബർ മരങ്ങളുടെ പരിചരണവും നടത്തിക്കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ കൃഷിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നു. 5-10 ഏക്കർ വീതമുള്ള ഇത്തരം തോട്ടങ്ങളിൽ മത്തൻ, കുമ്പളം, വെള്ളരി, പടവലം, ചുരയ്ക്ക, പാവൽ, പച്ചമുളക് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാതെയാണ് ഇവിടെ പച്ചക്കറികൾ വിളയിക്കുന്നത്. കോഴിക്കാഷ്ടം പോലുള്ള ജൈവവളം മാത്രം പച്ചക്കറികൾക്ക് നൽകും. മഴക്കാലമായതിനാൽ കീടങ്ങളുടെ ശല്യം കുറവായതിനാൽ കീടനാശിനി പ്രയോഗവും വേണ്ടിവരുന്നില്ല. കർക്കിടകം ആദ്യത്തോടെയാണ് ഈ തോട്ടങ്ങളിൽ പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ളത്. മറ്റത്തു സ്വാശ്രയ കർഷക വിപണി വഴി ഇവ വിറ്റഴിക്കും. ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ കോടാലിയിലെ സ്വാശ്രയ ചന്തയിൽ നിന്നുള്ള പച്ചക്കറികൾ വാങ്ങുന്നുണ്ട്. എന്നാൽ അടുത്ത മാസത്തോടെ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിക്കുകയും വില ഗണ്യമായി കുറയുകയും ചെയ്യും. ഓണവിപണിയെ ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഓണക്കാലത്ത് നാമമാത്രമായ വില മാത്രമാണ് കിട്ടുന്നതെന്ന് മറ്റത്തൂരിലെ പച്ചക്കറി കർഷകനായ പ്രകാശൻ പറയുന്നു. കൂടിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നം ഇവിടെ മറ്റ് കൃഷിക്കാരുണ്ട്, എല്ലാവർക്കും ഉൽപ്പന്നം ആയി തുടങ്ങുന്നുള്ളൂ. അതായി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാവുന്ന, അതായത് മാന്യമായ വിലയ്ക്ക് വിൽക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായി കിട്ടണം. അതിന് സർക്കാർ കൃത്യമായൊരു നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വിലയിടിവ് മൂലം കനത്ത നഷ്ടം നേരിടേണ്ടി വരുന്ന കർഷകരെ സഹായിക്കാനായി പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് തറവില ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള ആശ്വാസ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്.